നമസ്കാരം. പണി പൂർത്തിയാകാത്ത ക്ഷേത്രത്തിൽ എടുപിടിയെന്ന് പറഞ്ഞ് പ്രതിഷ്ഠ നടത്തിയത് എന്തിനായിരുന്നു? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാന വെപ്പണാക്കിയ രാമന്റെ അമ്പലം BJP കടാക്ഷിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? എന്തൊക്കെയാണേലും 1800 കോടി രൂപയോളം ചെലവഴിച്ചാണ് രാമക്ഷേത്രം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇനിയും പണി തീർന്നിട്ടുണ്ടോ എന്നുള്ളതും സംശയമാണ്. ക്ഷേത്രത്തിന്റെ പണി തകൃതിയായിട്ട് നടക്കുന്നതിനിടയിലാണ് ജനുവരി 22-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻകൈ എടുത്തുകൊണ്ട് പ്രതിഷ്ഠാ ചടങ്ങുകൾ നടത്തിയിരുന്നത്. രാജ്യത്തെ തലതൊട്ടപ്പന്മാരായ മികച്ച എഞ്ചിനീയർമാരാണ് ഈ ക്ഷേത്രത്തിന്റെ പണിക്ക് പ്ലാൻ വരച്ചത്. എന്തായാലും ഈ തലതൊട്ടപ്പന്മാർ പണിത ക്ഷേത്രം ആദ്യ മഴയിൽ തന്നെ ഒലിച്ചിറങ്ങി പോകുമെന്ന് ആരും അറിഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വലിയ ട്വിസ്റ്റ്. അയോധ്യ രാമക്ഷേത്രത്തിന്റെ പണി നടക്കുന്ന സമയത്തും ഉദ്ഘാടനത്തിന് പിന്നിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പുമൊക്കെ തുറന്നു കാണിച്ചുകൊണ്ടാണ് ഉദ്ഘാടന സമയത്ത് പല ആത്മീയ നേതാക്കന്മാരടക്കമുള്ളവർ രംഗത്തെത്തിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കുമ്പോൾ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ മേൽക്കൂര ചോർന്നൊലിക്കാൻ ആരംഭിച്ചു എന്നതാണ് ക്ഷേത്രത്തിന്റെ പ്രധാന പുരോഹിതൻ ആചാര്യ സത്യേന്ദ്ര ദാസ് ജൂൺ 24-ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. രാമന്റെ വിഗ്രഹത്തിന് മുന്നിൽ പുരോഹിതൻ ഇരിക്കുന്ന സ്ഥലത്തിന് നേരെ മുകളിലുള്ള സീലിംഗിൽ നിന്ന് മഴവെള്ളം ഒലിച്ചിറങ്ങുന്നുണ്ട് എന്നതാണ് സത്യേന്ദ്രദാസ് വെളിപ്പെടുത്തിയത്. ക്ഷേത്ര നിർമ്മാണത്തിൽ അഴിമതിയും നേരെ ചൊവ്വയുള്ള പണികളല്ല നടന്നിട്ടുള്ളതെന്നും സത്യേന്ദ്രദാസ് ഇപ്പോൾ ആരോപിക്കുന്നുണ്ട്. ഇത് ആരോപിച്ചതിന് പിന്നാലെ രാത്രിയിൽ മഴ പെയ്ത ശേഷം ക്ഷേത്രത്തിന്റെ ചുറ്റുപാടുകളിൽ നിന്ന് മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള കാര്യങ്ങൾ ഇല്ലാതിരുന്നതിനാൽ മറ്റ് നടപടിക്രമങ്ങൾ സ്വീകരിക്കേണ്ടി വന്നതെന്നുള്ളതും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഏറ്റവും വലിയ ജാക്ക്പോട്ടായിരുന്നു അയോധ്യ രാമക്ഷേത്രം. ഈ അജണ്ടയിൽ നിന്ന് യാത്ര ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പ്രതിഷ്ഠാ ചടങ്ങ് ആരംഭിച്ചത്. ഇത്തരത്തിൽ പ്രതിഷ്ഠാ ചടങ്ങ് ആരംഭിച്ചുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള വിമർശനങ്ങളും ഫാസിസ്റ്റ് കിങ്കരന്മാർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇതെല്ലാം വലിയ ചീട്ട് കൊട്ടാരം പോലെ പൊളിഞ്ഞ അവസ്ഥയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഫൈസാബാദ് ലോക്സഭാ മണ്ഡലത്തിൽ BJP മൂക്കിടിച്ച് വീണ അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള വിവിധ BJP നേതാക്കളും പ്രചാരണ വേദികളിൽ അയോധ്യ ഒരു തുറുപ്പ് ചീട്ടാക്കിയിരുന്നു. കോൺഗ്രസ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെയും രാമക്ഷേത്രത്തെ ബന്ധിപ്പിക്കുമെന്നും ക്ഷേത്രത്തെ ബുൾഡോസർ കൊണ്ട് ഇടിപ്പിക്കുമെന്നൊക്കെ ഉൾപ്പെടെയുള്ള അത്തരത്തിലുള്ള പ്രചാരണമാണ് BJPയുടെ സൈഡിൽ നിന്നും ഉണ്ടായത്. രാമക്ഷേത്രത്തെ കരുവാക്കിക്കൊണ്ട് പൊതുജനങ്ങളുടെ അതിവൈകാരികതയെയും ഹിന്ദുത്വ ഏകീകരണത്തെയും ഉപയോഗിച്ചുകൊണ്ട് BJP അവർക്ക് ശ്രമിക്കാൻ കഴിയാവുന്നതിൻ്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. BJPയുടെ മുഴുവൻ സീറ്റുകളും കുറഞ്ഞതിൽ പ്രധാന പങ്കുവഹിച്ച സംസ്ഥാനങ്ങളാണ് ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ എന്നിവ. നേരത്തെ പറഞ്ഞല്ലോ, മോദിയുടെയും BJPയുടെയും തുറുപ്പ് ചീട്ടാണ് രാമക്ഷേത്രം എന്നുള്ളത്. എന്നാൽ തുടക്കകാലത്ത് ഇവരുടെ ആയുധം ഈ പറഞ്ഞ രാമക്ഷേത്രം ഒന്നുമല്ലായിരുന്നു. മോദിയുടെ അലകൾ രാജ്യവ്യാപകമായി 2014-ലും 2019-ലും ഉണ്ടായപ്പോൾ അന്നത്തെ തർക്കഭൂമിയുടെ അടിസ്ഥാനത്തിൽ മോദി അയോധ്യ സന്ദർശിക്കുന്നത് തന്നെ ഒഴിവാക്കിയിരുന്നു. 2014-ൽ ഉത്തർപ്രദേശിൽ നിന്ന് BJP പരമാവധി തെരഞ്ഞെടുപ്പ് നേട്ടം കരസ്ഥമാക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന വേളയിൽ അദ്ദേഹം അയോധ്യയ്ക്ക് തൊട്ടടുത്തുള്ള ഒരു തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുകയുണ്ടായി. എന്നാൽ അയോധ്യയിലേക്ക് ഒന്ന് ചെല്ലുകയോ നോക്കുകയോ കൂടി അദ്ദേഹം ചെയ്തിട്ടില്ല. 2019-ൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി പിന്നെയും തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അയോധ്യ സന്ദർശിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നതാണ് അദ്ദേഹം പ്രസ്താവിച്ചത്. അതല്ലാതെ തന്നെ പ്രധാനമന്ത്രിയായ തുടക്ക സമയത്ത് മോദി അയോധ്യയെക്കുറിച്ചോ രാമക്ഷേത്ര പണികളെക്കുറിച്ചോ ഒരു കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ 2019-ന്റെ അവസാനത്തോടെ അയോധ്യയിൽ ക്ഷേത്രം നിർമ്മിക്കുന്നതിനുള്ള അനുമതി നൽകിയിരുന്നു. ആ സുപ്രീം കോടതി വിധി വന്നതോടുകൂടി കാര്യങ്ങൾ ആകെ മാറിമറിയുകയാണ് ഉണ്ടായത്. 2020 ഫെബ്രുവരി 5-ന് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുന്നതിനായി ഒരു ട്രസ്റ്റ് നിർമ്മിക്കാൻ കേന്ദ്ര മന്ത്രിസഭ മുൻകൈ എടുത്തതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. ഈ പ്രഖ്യാപനം രാഷ്ട്രീയമായി വലിയ രീതിയിലുള്ള ജനശ്രദ്ധയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. കാരണം BJPയുടെ പ്രധാന പ്രത്യയശാസ്ത്ര അജണ്ട സാക്ഷാത്കരിക്കുവാൻ ലക്ഷ്യമിട്ടുള്ള ഗവൺമെന്റിന്റെ നിയമനിർമ്മാണ സംരംഭങ്ങൾക്ക് അതുവരെ നേതൃത്വം നൽകിയിരുന്നത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആയിരുന്നു എന്നുള്ളതാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370 പ്രകാരം ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു മാറ്റാനും പൗരത്വ നിയമ ഭേദഗതി പാസാക്കാനും അന്ന് നീക്കങ്ങൾ തകൃതിയായി നടത്തുന്നതിന് പിന്നിലെ പ്രധാന ശബ്ദവും മുഖവുമായി മുന്നിൽ നിന്നത് അമിത്ഷാ ആണെന്നുള്ളതും നാം പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്.